يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽ മുബീൻ തഫ്സീർ പഠന സംരംഭത്തിൽ സൂറത്തുൽ ബഖറയിലെ 153-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അല്ലാമ മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുള്ളയുടെ തഫ്സീർ അടിസ്ഥാനമാക്കിയാണ് നാം ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. 153-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ക്ഷമ കൊണ്ടും നിസ്കാരം മുഖേനയുമൊക്കെ സഹായമർത്ഥിക്കുക. നിശ്ചയമായും അല്ലാഹു തആല ക്ഷമാലുക്കളുടെ കൂടെയാകുന്നു. ഇതാണ് ആയത്തിൻ്റെ മൊത്തം ആശയം. ഇത് ഒരുപാട് വിഷയങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന വല്ലാത്തൊരു വചനമാണ് ഈ വചനം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ധാരാളമായി ഈ ആയത്തിനെ തഫ്സീർ ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അല്ലാഹു ആരംഭിച്ചത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ടാണ്. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ കാര്യം അല്ലാഹു തആല പറഞ്ഞത്. ഇവിടെ നിദാ, വിളി എന്നുള്ളത് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നു, അന്നൽ കലാമ ഇദാ സുദ്ദിറ ബിൻ നിദാഇ ഫഹുവ ദലീലുൻ അലൽ ഇഹ്തിമാമി ബിഹി. ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ഒരു വിളി ഉണ്ടെങ്കിൽ അത് ആ കാര്യം ഒന്നുകൂടെ ശ്രദ്ധിക്കണം എന്നതിലേക്കുള്ള സൂചനയാണ്. അല്ലെങ്കിൽ നേരെ കാര്യം പറഞ്ഞു പോയാൽ മതിയല്ലോ. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ എന്ന് വിളിച്ചുകൊണ്ട് പറയുമ്പോൾ പ്രത്യേകമായി ഈ കാര്യം ശ്രദ്ധിക്കണേ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി പറയുന്ന കാര്യം രണ്ട് രൂപത്തിലാവാം. ഒന്നുകിൽ ഒരു ഹുക്മാവാം, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യരുത് എന്നൊക്കെയുള്ള കൽപ്പനാനിർദ്ദേശങ്ങളാവാം. അല്ലെങ്കിൽ ഒരു കാര്യം അറിയിക്കലാവാം. രണ്ടാണെങ്കിലും ഇവിടെ അവർക്കതിൽ ബാധിക്കുന്നത് ഖബറാണെങ്കിൽ, ഒരു കാര്യം അറിയിക്കലാണ് എങ്കിൽ അത് വിശ്വസിക്കണം എന്നതിനുള്ള സൂചനയാണ്. ഒരു ഹുക്മാണ് എങ്കിൽ അത് എങ്ങനെയാണോ അവൻ പ്രാവർത്തികമാക്കേണ്ടത് അങ്ങനെ പ്രാവർത്തികമാക്കണം. അത് രണ്ടും ഈമാന്റെ ഭാഗമാണ് എന്നതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തെങ്കിലാണ് ആ ഈമാൻ പൂർണ്ണമാകുന്നത്. അത് ചെയ്യുന്നില്ല എങ്കിലോ ഈമാനിൽ അത് കുറവായി കണക്കാക്കപ്പെടും എന്നാണ്. അദ്ദേഹം അവിടെ ഉദാഹരണം നൽകുന്നു. ഖബറിന് ഉദാഹരണം, യാ അയ്യുഹല്ലദീന ആമനു ലയബ്ലുവന്നകുമുല്ലാഹു ബിശൈഇൻ. സൂറത്തുൽ മാഇദയിലെ 94-ാമത്തെ വചനം. സത്യവിശ്വാസികളെ, അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അതൊരു കാര്യം അറിയിക്കുകയാണ്. അപ്പം അങ്ങനെ പരീക്ഷണം ഉണ്ടാകും, സത്യമാണ്. അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. അത് ഈമാന്റെ ഭാഗമാണ്. ഇനി ഹുക്മാകുമ്പോൾ ഈ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ സഹായമർത്ഥിക്കുവീൻ, സഹായം തേടുവീൻ എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാനുള്ള കൽപ്പനയാണ്. അവിടെ അത് പ്രാവർത്തികമാക്കുക. ഫൽമുഹിം അന്നഹു ഇദാ സുദ്ദിറ അൽ കലാമു ബിവസ്ഫിൽ ഈമാനി ദല്ല ദാലിക
على أن التزامه إن كان حكما من مقتضيات الإيمان وتصديقه إن كان خبرا من مقتضيات الإيمان. ഒരു കാര്യം അറിയിച്ചതാണ് എങ്കിൽ അത് സത്യപ്പെടുത്തലും ഒരു കാര്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒഴിവാക്കാനുള്ള കൽപ്പനയാണ് എങ്കിൽ അത് പ്രാവർത്തികമാക്കലും ഈമാനിന്റെ ഭാഗം തന്നെയാണ്. وأن مخالفته أو تكذيبه نقص في الإيمان. അതിനെതിരായി ചെയ്യുക എന്നതും അത് കളവാക്കുക എന്നതുമൊക്കെ ഈമാനിലെ കുറവുമായി പരിഗണിക്കപ്പെടും. അതോടൊപ്പം ഈമാൻ എന്ന വിശേഷണം ആദ്യമായി പറഞ്ഞു എന്നുള്ളത് യാഹുവിന്റെ ആമനു എന്ന് പറഞ്ഞത് വിളി പല രൂപത്തിൽ വിളിക്കാമല്ലോ, പക്ഷേ വിശ്വസിച്ചവരെ ഈമാനിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. അതും തന്നെ ആ വിളിക്കപ്പെടുന്ന ആളെ പ്രത്യേകമായി ഒരു പ്രചോദനം ഉണ്ടാക്കൽ അതിലുണ്ട്. കാന്നഹു യുഖാലു ലഹും യാ അയ്യുഹൽ ആമനൂ ലിഈമാനിക്കും വലികൗനിക്കും മുഅ്മിനീൻ ഇഫ്അലൂ കദാ വകദാ ഔ ലാ തഫ്അലൂ കദാ വകദാ ഔ സയകൂനു കദാ വകദാ ഫസദ്ദിഖൂഹു. വിശ്വസിച്ചവരെ, നിങ്ങളുടെ വിശ്വാസം ശരിയാണോ എങ്കിൽ ഇതാ ഇങ്ങനെ ചെയ്യൂ, ഇത് ഒഴിവാക്കൂ, ഇക്കാര്യം ഉണ്ട്, അത് അംഗീകരിക്കൂ എന്നാണ് അതിനർത്ഥം. ഇതുപോലെ മിസ്ലമാ തഖൂദുൽ ഇൻസാൻ യാ റജുൽ, ഒരാളോട് ആണല്ലേ എന്ന് വിളിക്കുമ്പോൾ ആണാകുമ്പോൾ ഇങ്ങനെ വേണം, അല്ലെങ്കിൽ അത് എൻ്റെ ആണത്വത്തിനെതിരാണ് എന്ന് ആ വിളിയിലുണ്ടല്ലോ എന്നതുപോലെയാണ് വിശ്വസിച്ചവരെ ഇങ്ങനെ ചെയ്യൂ. അപ്പോൾ നിങ്ങൾ ഈമാൻ ശരിയാണോ, ഈമാൻ പരിപൂർണമാകണോ എങ്കിൽ ഇതും കൂടി ഉണ്ടായേ പറ്റൂ. ഇതിൽ കുറവുണ്ടോ, ഈമാനിൽ കുറവുണ്ട് എന്നാണ് ആ വിളിയുടെ ആശയം. ഇനി എന്താണ് ചെയ്യാൻ പറഞ്ഞത്? ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിസ്കാരവും ക്ഷമയും മുഖേന നിങ്ങൾ സഹായം തേടണേ. ഐ ഇജ്അലൂഹാ ഔനൻ ലക്കും, സഹായം ലഭിക്കാനുള്ള ഒരു മാധ്യമമായി, കാരണമായി, നിമിത്തമായി നിങ്ങൾ നിസ്കാരത്തെയും ക്ഷമയെയും കാണണമെന്നാണ്. ക്ഷമ അതേപോലെ സ്വലാത്ത്, അത് രണ്ടും സഹായം ലഭിക്കാനുള്ള നിമിത്തങ്ങളാണ് എന്നാണ്. ക്ഷമ സ്വബർ എന്ന് പറഞ്ഞാൽ ഇബ്നു സമീർ റഹ്മത്തുള്ളാഹി വിശദമായി ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഭാഷയിൽ സ്വബർ എന്ന് പറഞ്ഞാൽ ഹബ്സ് എന്നാണ്, തടഞ്ഞു വെക്കുക എന്നാണ് അർത്ഥം. സ്വബർ എന്ന വാക്കിന് ഹബ്സ്, തടഞ്ഞു വെക്കുക. അഥവാ എന്തിനെല്ലാം മനസ്സിനെ നിയന്ത്രിക്കേണ്ടതുണ്ടോ അതിൽ നിയന്ത്രിക്കുക, അതാണ് സ്വബർ. ഹബ്സുൻ നഫ്സി അലാ മാ യംബഗി അൻ തകൂന അലൈഹി ഔ അമ്മാ യംബഗി അല്ലാ തകൂന അലൈഹി. അനിവാര്യമായും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് മനസ്സിനെ നിയന്ത്രിക്കുക, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒഴിവാക്കുന്നിടത്ത് മനസ്സിനെ നിയന്ത്രിക്കുക. ഇതിലാണ് സ്വബർ എന്ന് പറയുക. അത് 3 ഇനമാണ് എന്ന് ശൈഖ് പറയുന്നു. ഒന്ന് സ്വബറുൻ അലാ ത്വഅത്തില്ലാഹ്, അള്ളാഹുവിന് വഴിപ്പെടുന്ന കാര്യത്തിൽ ക്ഷമ അവലംബിക്കുക. വസ്വബറുൻ അൻ മഅസിയത്തില്ലാഹ്, അള്ളാഹുവിന് എതിരായ കാര്യങ്ങൾ, പാപങ്ങൾ അത് ചെയ്യാതിരിക്കുന്നതിൽ ക്ഷമ അവലംബിക്കുക. വസ്വബറുൻ അലാ അഖ്ദാരില്ലാഹ് അൽ മുഅ്ലിമ, അള്ളാഹുവിൻ്റെ ഖദറുകൾ, അവൻ്റെ വിധികൾ, അതിൽ നമുക്ക് പ്രയാസം വിഷമുണ്ടാകുമ്പോൾ അതിലും ക്ഷമ അവലംബിക്കുക. ഈ 3 ക്ഷമക്കും അങ്ങേ അറ്റത്തെ ത്യാഗം, പരിശ്രമം ആവശ്യമുണ്ട്. ശാരീരികമായിട്ടും ആവശ്യമുണ്ട്, മാനസികമായും ആവശ്യമുണ്ടതാണ്. അള്ളാഹ്ക്ക് വഴിപ്പെടുക, അതിന് മനസ്സ് തയ്യാറാകണം, ശരീരവും അതനുസരിച്ച് ത്യാഗം ചെയ്യണം. തിന്മകൾ ഒഴിവാക്കുക, മനസ്സ് ത്യാഗം ചെയ്യണം, ശരീരം ത്യാഗം ചെയ്യണം. അള്ളാഹുവിൻ്റെ ഖദർ ക്ഷമിക്കുക, അവിടെയും ഇത് 3 ആവശ്യമുണ്ട്. അത് വിശദമായി ശൈഖ് റഹിമഹുല്ലാഹ് പറയുന്നു. ശേഷം അദ്ദേഹം മറ്റൊരു ചർച്ച കൊണ്ടുവരുന്നത് ഈ 3 ക്ഷമകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ക്ഷമ ഏത് എന്നാണ്. അയ്യുൽ അൻവാഇ സലാസത്തി അഫ്ളൽ, 3 തരം ക്ഷമ പറഞ്ഞു. നന്മകൾ ചെയ്യാനുള്ള ക്ഷമ, തിന്മകൾ ഒഴിവാക്കാനുള്ള ക്ഷമ, റബ്ബിൻ്റെ വിധി ഖദാ-ഖദറിലുള്ള ക്ഷമ. ഇതിൽ ഏറ്റവും അഫ്ളലായ ക്ഷമ അസ്സബ്റു അത്വാഅത്തി അഫ്ളലു വഅഖറബു ഇലല്ലാഹ്, ഇബാദാത്തുകൾക്കുള്ള ക്ഷമ, നന്മകൾ ചെയ്യാനുള്ള ക്ഷമ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായതും റഹ്മാനായ റബ്ബിലേക്ക് സാമീപ്യം നേടാൻ ഏറ്റവും മുതലുന്നതും അതാകുന്നതാണ്. അതുകൊണ്ടാണ് ഒരു ഇസ്ലാം, ത്വാഅത്തുകൾ ചിലത് ഫർളാണ്, ചിലത് ഫർളല്ലാത്തതാണ്. അതേപോലെ വിലക്കപ്പെട്ടവ ചിലത് ശിർക്കാണ്, അല്ലാത്തത് അത്ര ഗൗരവത്തിലേക്ക് എത്താത്തതുമാണ്. അതുകൊണ്ട് ശൈഖ് പറയുന്ന ഫലിഹാദാ നഖൂൽ അസ്സബ്റു ത്വാഅത്തി അഫ്ളലുഹാ സുമ്മ അസ്സബ്റു അനിൽ മഅസിയ, ഒന്ന് നന്മകൾ ചെയ്യാനുള്ള ക്ഷമ, അതാണ് അഫ്ളൽ.
പിന്നീട് തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമ. കാരണം അവന് സ്വയം തിരഞ്ഞെടുക്കാൻ വകുപ്പുള്ളതാണ്. മൂന്നാമത് പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ വരുമ്പോൾ ക്ഷമിക്കുക, അത് ഏറ്റവും താഴെ ഉള്ള ക്ഷമയുമാണ് എന്നാണ്. അതുകൊണ്ടാണ് ഒന്നുകിൽ മാന്യന്മാർ ക്ഷമിച്ച പോലെ ക്ഷമിക്കുക എന്ന് മുൻഗാമികൾ പറയാറുണ്ട്. മാന്യന്മാർ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുക, സുബ്റുൽ കിറാം എന്നാണ്. അതായത് ബഹളങ്ങളും ഒന്നുമില്ലാതെ, ഇതിന് ആക്ഷേപമില്ലാതെ, പരാതിയില്ലാതെ ക്ഷമിക്കുക, അതാണ് മാന്യന്മാരുടെ ക്ഷമ. അതല്ലെങ്കിൽ മൃഗങ്ങൾ ശബ്ദമുണ്ടാക്കുന്ന പോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടുള്ളത്, അഥവാ അവന് ഒരു പക്ഷേ ക്ഷമിക്കാൻ കഴിയുന്നില്ല, സഹിക്കാൻ കഴിയുന്നില്ല, പ്രയാസമുണ്ടാക്കുന്നു, അങ്ങനെ അവന് അത് വലിയ വിഷമമായി മാറുന്നു. അതാണ് മുൻഗാമികൾ പറഞ്ഞ വാക്കിന്റെ അർത്ഥമെന്നാണ്. അപ്പൊ ഏതായിരുന്നാലും 3 തരം ക്ഷമകളും ജീവിതത്തിൽ അനിവാര്യമാണ് എന്ന് ഷെയ്ഖ് റഹിമഹുല്ലാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഇവിടെ പറയുന്നു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ തരം വ്യത്യസ്ത തരം ക്ഷമകൾ യൂസുഫ് നബിക്കുണ്ടായിരുന്നു. നന്മകളിൽ അദ്ദേഹം ക്ഷമയോടെ ചെയ്തിട്ടുണ്ട്, ക്ഷമയോടെ തിന്മയിൽ മാറുന്നിട്ടുണ്ട്, റബ്ബിന്റെ ഖദറിൽ അദ്ദേഹം ക്ഷമിച്ചിട്ടുമുണ്ട് എന്നാണ്. സഹോദരന്മാർ അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ മെനഞ്ഞു, അവർ ക്ഷമിച്ചു. അതേപോലെ പാപങ്ങൾ ചെയ്യാൻ അവസരമുണ്ടായി, അവിടുത്തെ ഭരണാധികാരിയുടെ ഭാര്യ പോലും അദ്ദേഹത്തെ ദുർവൃത്തിക്ക് വേണ്ടി ക്ഷണിച്ചു. അദ്ദേഹം പറഞ്ഞ വാക്ക് അബ്ബെ, അവരെ വിളിക്കുന്ന ഈ തെറ്റായ കാര്യം അതിനേക്കാൾ എനിക്കിഷ്ടം ജയിലാകുന്നു എന്നാണ്. ക്ഷമയുടെ അങ്ങേയറ്റമാണത്. അവിടെ ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ അദ്ദേഹം കാണിച്ച ആ ക്ഷമയാണ്. അവസാനം അത് അല്ലാഹു കൊടുത്ത റിസൾട്ടാണ്. അല്ലാഹു ശേഷം പറയുകയും ചെയ്തു. അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിലേക്ക് മടങ്ങുക, അള്ളാഹുവിലേക്ക് നീ അഭയം തേടുക, അതാണ് നീ ചെയ്യേണ്ടത്. അപ്പൊ അതിന് വലിയൊരു മാതൃകയാണ് യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃക എന്നർത്ഥം. എല്ലാ രംഗത്തുമുള്ള ക്ഷമ. അതോടൊപ്പം സുബ്റുഹു അലാ ദഅവത്തി അല്ലാഹി ഫി സിജ്ൻ, ജയിലിൽ കിടക്കുമ്പോഴും അദ്ദേഹം ക്ഷമയോടെ ദഅവത്ത് നടത്തുന്നു. ജയിലിലാണ്, എന്നിട്ട് പോലും അവിടെ ദഅവത്ത് നടത്തുന്നു. അത് അങ്ങനത്തെ ക്ഷമയാണ് അദ്ദേഹം ചെയ്തത്. വതലബുഹു തസ്കിയത ഇർളിഹി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ തൻ്റെ അഭിമാനം അത് സംരക്ഷിക്കാൻ, അത് വിശുദ്ധമാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ആവശ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. അതൊക്കെ ആ ക്ഷമയുടെ ഭാഗമാകുന്നു. അതോടൊപ്പം തന്നെ ഖിയാമുഹു ബിൽ മുൽക്കി വതൻലീമുഹു, അവിടെ അധികാരം കൈവന്നപ്പോൾ അത് കൃത്യമായി കൈകാര്യം ചെയ്തതും അത് വളരെ വ്യവസ്ഥാപിതമായി നിർവഹിച്ചതും കുല്ലു ഹാദിഹി മിനസ് സ്വബ്രി അത്വാഅ, ഇതെല്ലാം നന്മകളിൽ അദ്ദേഹം കാണിച്ച ക്ഷമയാകുന്നു എന്നാണ്. ഏതാണെങ്കിലും നമ്മൾ അല്ലാഹു ആവശ്യപ്പെട്ടത് വസ്തഈനു ബിസ്സബ്ർ, വസ്തഈനു, നിങ്ങൾ സഹായം തേടിക്കൊള്ളുക, ബിസ്സബ്രി, ക്ഷമ മുഖേന. അപ്പൊ ക്ഷമ ജീവിതത്തിലുണ്ടെങ്കിൽ റബ്ബിന് സഹായം ലഭിക്കാൻ അത് മതി എന്നർത്ഥം. ലഅന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ വഅലം അന്ന നസ്റ മഅ സ്വബ്രി വഅന്നൽ ഫറജ മഅൽ കർബി വഅന്ന മഅൽ ഉസ്രി യുസ്റാ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും സഹായം ക്ഷമയോടൊപ്പമാകുന്നു. അന്ന നസ്റ മഅ സ്വബ്ർ, ക്ഷമിച്ചാൽ സഹായം ലഭിക്കും. വഅന്നൽ ഫറജ മഅൽ കർബി, പ്രയാസമുണ്ടോ പിന്നീട് അതിൽ ആശ്വാസമുണ്ടാകും. വഅന്ന മഅൽ ഉസ്രി യുസ്റാ, അതേപോലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമുണ്ടെങ്കിൽ പിന്നീട് ആശ്വാസം ശേഷമുണ്ടാവുകയും ചെയ്യും എന്നാണ്. മാത്രമല്ല ലിഅന്നഹു ഇദാ കാന മുൻതലൻ ലിഫറജി ഹാന അലൈഹി സ്വബ്ർ, ആശ്വാസം ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ ക്ഷമ കുറച്ചുകൂടി അവന് എളുപ്പമായി മാറും. ക്ഷമിച്ചിട്ട് കാര്യമില്ല എന്നാണെങ്കിലോ ക്ഷമിക്കാൻ കഴിയുമോ? ക്ഷമിച്ചാൽ നേട്ടമുണ്ട്, ആശ്വാസം ലഭിക്കും എന്ന് വരുമ്പോൾ അവന് ക്ഷമ എളുപ്പമായി മാറും എന്ന് കൂടി ശൈഖ് റഹിമഹുല്ലാഹ് പ്രത്യേകമായി അവിടെ ഏൽപ്പിക്കും. എന്താണെങ്കിലും വഹാദാ ലാ ശക്ക അന്നഹാ മിൻ ഖിസാലിൽ ഹമീദ അല്ലതി ജാഅ ബിഹാ അൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ടുവന്ന ഏറ്റവും നല്ല ശീലങ്ങൾ അതിൽപ്പെട്ടതാണ് ക്ഷമ എന്ന് പറയുന്ന ഈ ഒരു സ്വഭാവം. അല്ലാഹു നമ്മോട് ആവശ്യപ്പെട്ടു, അവന് സഹായത്തിനുള്ള ഒരു നിമിത്തമായി റബ്ബ് ക്ഷമയെ വെച്ചു. ഇസ്തഈനു ബിസ്സബ്ർ, നിങ്ങൾ ക്ഷമയെ
ക്ഷമ മുഖേന സഹായം തേടുക. വസ്സലാ, നിസ്കാരം മുഖേനയും. ഇവിടെ സ്വലാ എന്ന് പറഞ്ഞാൽ കേവലം ദുആ എന്ന അർത്ഥമല്ല, സ്വലാത്ത് തന്നെയാണ്. ഇസ്ലാം നിശ്ചയിച്ച സാങ്കേതികമായ നിസ്കാരം തന്നെയാണ് ഇവിടുത്തെ സ്വലാത്ത് എന്ന പദം. അസ്സലാത്തു ശർഇയ്യ, ശർഇയ്യായ നിസ്കാരം തന്നെ ഉദ്ദേശം. വലിഹാദാ കാന നബിയുനാ സ്വല്ലല്ലാഹു വസല്ലമു അലൈഹി ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സലാ. നബി തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാൽ നബി തങ്ങൾ നിസ്കാരത്തിലേക്കാണ് അഭയം തേടാറുള്ളത്. ഒരു വിഷമം വന്നാൽ നബി പോയി നിസ്കരിക്കും. നിസ്കരിക്കുമ്പോൾ അതൊരു സമാധാനമായിരുന്നു. അസ്സലാത്തു മിൻ അക്ബരിൽ ഔനി അലൽ ഉമൂർ, കാര്യങ്ങൾക്ക് ഏറ്റവും വലിയ സഹായമാകുന്നു നിസ്കാരം. എന്തുകൊണ്ട്? ലഅന്നൽ മുസല്ലിയ യഖിഫു ബൈന യദൈ ഹബീബിഹി സുബ്ഹാനഹു വതആല ബൈന യദൈ ഇല്ലാഹി ഫയൻസാ കുല്ലമാ സിവ. നിസ്കരിക്കുമ്പോൾ മനുഷ്യൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ റബ്ബ്, ആ റബ്ബിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ്. ബാക്കി എല്ലാം മറക്കുകയാണ്. അള്ളാഹുവിലേക്ക് പൂർണ്ണമായ മനസ്സിലിരിക്കുകയാണ്. അതിലേക്ക് വല്ലാത്തൊരു ആശ്വാസവും സമാധാനവും അതിലൂടെ ലഭിക്കും. ഹാദിഹി സ്വലാത്തുൽ അവ്വാബീൻ മാഹിയ സ്വലാത്തുൽ ലഅബീൻ. ഇതാണ് അവ്വാബീങ്ങളുടെ ഖേദിച്ചു മടങ്ങുന്ന ആളുകളുടെ നിസ്കാരം. അല്ലെ കളിയും തമാശയുമായുള്ള നിസ്കാരക്കാരല്ല. നിസ്കാരം ഒരു കളിയായി മാറുന്നവരുണ്ട്. നിസ്കാരത്തിന് ഗൗരവമല്ല, നിസ്കാരത്തിലൊന്നും പരിഗണിക്കൂല, അതിന് സത്വം പലതും ശ്രദ്ധിക്കൂല, വെറുതെ തമാശയായിട്ട് പോയിട്ട് എന്തോ കാട്ടിക്കൂട്ടി കളിച്ചു പോടുന്നത്. അതാണ് സ്വലാത്തുൽ ലഅബീൻ. ലഅബ്, കളിക്കുന്നവരുടെ നിസ്കാരം. ആ നിസ്കാരമല്ല, പകരം സ്വലാത്തുൽ അവ്വാബീൻ, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളുകളുടെ നിസ്കാരം. അതിന് ലഭിക്കുന്ന നേട്ടം ഇതാണ്. നബി ഞങ്ങൾ പറഞ്ഞു, അസ്സലാത്തു നൂറുൻ, നിസ്കാരം ഒരു വെളിച്ചമാകുന്നു, പ്രകാശമാകുന്നു. ഹാദൽ ഫറഹു വസ്സുറൂറു വൽഇൻശിറാഹു യുഹവ്വിനു അലൈക്കൽ ഉമൂർ. നിസ്കരിക്കുമ്പോൾ ലഭിക്കുന്ന ആ സമാധാനവും ആ ഒരു മാനസിക വിശാലതയും ആ സന്തോഷവുമൊക്കെ കാര്യങ്ങൾ നിനക്ക് എളുപ്പമാക്കി തരും. ഖത്അൻ യഹൂനു അലൈക്, അതുണ്ടാകുമെന്നാണ്. അതുകൊണ്ട് നബി ഞങ്ങൾ പറഞ്ഞു, ഖുർറത്തു ഐനി ഫിസ്സലാ, എൻ്റെ കൺകുളിർമ എൻ്റെ നിസ്കാരത്തിലാകുന്നു. അപ്പം എത്ര പ്രയാസമുള്ള കാര്യവും ആശ്വാസമായി മാറും നിസ്കരിച്ചു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ ഒരു വിഷമം പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ നിസ്കാരത്തിലേക്ക് അഭയം തേടുക എന്ന. ഫയസ്തഈനുൽ ഇൻസാനു ബിഹാ അലാ കുല്ലി മുഹിമ്മാതിഹി വമുലിമ്മാതിഹി, അവന് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവൻ സഹായത്തിനായി ഉപയോഗിക്കാവുന്ന ഒന്നാണ് നിസ്കാരമെന്ന്. ഫസ്സലാത്തു അംറുഹ അളീം, നിസ്കാരത്തിൻ്റെ കാര്യം മഹത്വമാണ്. ലിമൻ അതാ ബിഹാ അലൽ വജ്ഹിൽ മശ്റൂഇ, അള്ളാഹു പഠിപ്പിച്ച രീതിയിൽ ഒരാൾ നിസ്കരിക്കുന്നുവെങ്കിൽ, നബി തങ്ങൾ പഠിപ്പിച്ച രീതിയിൽ ഒരാൾ നിസ്കരിക്കുന്നുവെങ്കിൽ ആ നിസ്കാരത്തിൻ്റെ കാര്യം വല്ലാത്ത അത്ഭുതം തന്നെയാണ്. ലാകിൻ മഅൽ അസഫ് ഇന്നനാ അളഅന സ്വലാ നസ്അലുല്ലാഹ അൻ യതൂബ അലൈനാ. പക്ഷെ ആ നിസ്കാരം എന്നത് ഇന്ന് പാഴായി പോയിട്ടുണ്ട്. കേവലമായ ബാഹ്യമായ ചെയ്തികൾ മാത്രമായി, കാട്ടിക്കൂട്ടൽ മാത്രമായി മാറുന്നു. നദ്ഖുലു ഫീഹാ വനഖ്റുജു മിൻഹാ വനഹ്നു അലാ മാ ദഖൽനാ ബൽ ഇന്നഹാ ബഅദുൻ നാസ് ലാ തസീദുഹു മിനല്ലാഹി ഇല്ലാ ബുഅദാ. നസ്അലുല്ലാഹ സലാമ. നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു, നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് പോരുന്നു, യാതൊരു മാറ്റവും അതുകൊണ്ട് അയാൾക്ക് ഉണ്ടായിട്ടില്ല. അതാണ് നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് സ്വയം ഒരു ആത്മ പരിശോധന എന്നൊക്കെ പറയുകയാണ്. മാത്രമല്ല, ചില ആളുകളൊക്കെ നിസ്കാരം കഴിയുമ്പോൾ അള്ളാഹുവുമായി കൂടുതൽ അകലുകയായിരിക്കും പക്ഷെ ഉണ്ടായിട്ടുണ്ടാവുക. നിസ്കരിച്ചുകൊണ്ട് എന്ത് കിട്ടി? പടച്ചറബുമായി അകൽച്ച കൂടി. കാരണം നിസ്കാരം ഒരു തമാശയായി എടുത്തു, ഒരു കളിയായി എടുത്തു, അതിന് ഗൗരവമില്ല, തഖവയില്ല, ഇഖ്ലാസില്ല, അള്ളാഹിനെ പറ്റി ഓർത്തിട്ടില്ല. അതുവഴി റബ്ബിനോടുള്ള സാമീപ്യം കുറയാൻ മാത്രം കാരണമാകുന്ന ആളുകളുമുണ്ട്. ഇദൻ അൽ ഇസ്തിആനതു ബിസ്സലാത്തി അംറുൻ അമറല്ലാഹു ബിഹി, അള്ളാഹു കൽപ്പിച്ച കൽപ്പനയാണ് നിസ്കാരം മുഖേന സഹായം വർത്തിക്കുക എന്നത്. شيخ رحمه الله افضل مثلا انك كنت في ضائقه من اهلك لاقت عليك الدنيا المراه تبغي والولد يبغي وما اشبه ذلك فتوليت واتجهت الى الله وكنت تخاطبه بكلامه وتدعوه بحاجاتك تنسى. എനിക്കൊരു പ്രയാസമുണ്ടായി, കുടുംബ പ്രശ്നങ്ങളുണ്ടായി, മക്കളെ കൊണ്ട് ഭാര്യമാരെ കൊണ്ട് പ്രയാസങ്ങളുണ്ടായി, വല്ലാത്തൊരു പ്രയാസം, എന്ത് ചെയ്യുമെന്നറിയില്ല. നീ വുളൂ ചെയ്ത് റബ്ബിന് മുമ്പിൽ ചെന്ന് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ എല്ലാം മറന്ന് പടച്ച റബ്ബിനോട് നീ സംസാരിക്കുകയാണ്, നിന്റെ ആവശ്യം അല്ലാഹുവോട് നീ പ്രാർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞു വരുമ്പോൾ ഫതഖ്റുജു ഫകഅന്ന ദുനിയ കുല്ലഹാ അമാമക വാസിഅ വനൂറുൻ യതലഉ ഫതസ്ഹലു അലൈക ഉമൂർ വതഹൂനു അലൈക. നിനക്ക് ദുനിയാവ് വിശാലമായതുപോലെ, കാഴ്ച തുറവി കിട്ടിയതുപോലെ നിനക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് അല്ലാഹു നമ്മോട് കൽപ്പിച്ചു, ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ നിസ്കാരവും ക്ഷമയും
റബ്ബിന്റെ സഹായത്തിനുള്ള നിമിത്തമായി നിങ്ങൾ ഉപയോഗിക്കുക. അള്ളാഹ്ക്ക് അറിയാമല്ലോ ഏതാണ് ഏറ്റവും നല്ല മാർഗം, ഏറ്റവും നല്ല പരിഹാരം. ഈ ചികിത്സ വിജയകരമാണ്, എല്ലാത്തിനും ശമനമാണ്. അതുകൊണ്ട് അള്ളാഹ് കൽപ്പിച്ചത്. അല്ലായിരുന്നുവെങ്കിൽ മാ അമറല്ലാഹു ബിഹി, അപ്പൊ നമ്മൾ കൽപ്പിക്കുമായിരുന്നില്ല. ശേഷം അള്ളാഹ് പറഞ്ഞു ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹു തആല ക്ഷമാലുക്കളുടെ കൂടെയാകുന്നു. ഹാദിഹി ബുശ്റ അളീമ ലിമൻ സബർ, ക്ഷമിച്ചവർക്കുള്ള വമ്പിച്ച ഒരു സന്തോഷ വാർത്തയാണിത്. അല്ലാഹ് അവരുടെ കൂടെയാണെന്നാണ് ശൈഖ് അവിടെ പ്രത്യേകം പറഞ്ഞു. യഖുൽ മഅൽ മുസല്ലീൻ, അല്ലാഹ് നിസ്കരിക്കുന്നവരുടെ കൂടെയാണെന്ന് പറഞ്ഞിട്ടില്ല. നിസ്കാരക്കാരുടെ കൂടെയാണ് അല്ലാഹ് എന്നല്ല പറഞ്ഞത്, ക്ഷമാലുക്കളുടെ കൂടെയാണ് അല്ലാഹ്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ ലഅന്ന സ്വലാ മിനസ് സബ്ർ, നിസ്കാരം എന്നത് ത്വാഅത്താണ്, അതിനും സബർ ആവശ്യമാണ്. അപ്പൊ ആ സ്വാബിരീൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പെട്ടു. അതുകൊണ്ട് തന്നെ ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹു തആല ക്ഷമാലുക്കളുടെ കൂടെയാകുന്നു. നിസ്കരിക്കുന്ന കൂടെ അല്ലാണ്ട് ഇൻസാന അൽ മുസല്ലിയ യുനാജി റബ്ബ, നിസ്കരിക്കുന്ന അല്ലാഹുമായി സംഭാഷണം നടത്തുകയാകുന്നു എന്ന് അല്ലാഹു പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ നിസ്കാരം സബറാണ്, നിസ്കരിക്കുന്ന അല്ലാഹുവിന്റെ മുമ്പിലാണ്, ക്ഷമാലുക്കൾ പ്രത്യേകിച്ചും അല്ലാഹുവിന്റെ മുമ്പിലാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല മഅസ്സാബിരീൻ, ക്ഷമാലുക്കളുടെ കൂടെയാണ്. വഹുമഅൽ മുസല്ലീന മിൻ ബാബി ഔലാ, അപ്പോൾ നിസ്കാരക്കാരുടെ കൂടെ ഏതായാലും അല്ലാഹു തആല ഉണ്ട്. കമാ ജാഅത് ബിഹി സുന്ന എന്ന് ശൈഖ് അഹ്മദ് പ്രത്യേകമായി അവിടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഏതാണെങ്കിലും ഒരുപാട് പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകിയ ഒരു വചനമാണ് ഈ വചനം. അതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ പരമാവധി നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബറകല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.